സ്കൂൾ സമയം പുനഃക്രമീകരിച്ചതിനെതിരെ സുപ്രഭാതം എഡിറ്റോറിയൽ. സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെയും ട്യൂഷൻ വിദ്യാഭ്യാസത്തെയും ബാധിക്കും. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പഠന സമയം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ ചർച്ച ചെയ്തില്ലെന്നും പ്രതിപക്ഷ സംഘടനകൾ മൗനം പാലിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. ആയുധമെടുക്കുന്നതിന് മുൻപ് യുദ്ധമില്ലാതാക്കുന്ന പോരാളിയാണ് ബുദ്ധിമാനായ ഭരണാധികാരിയെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. എ കെ അഭിലാഷ് നമുക്കൊപ്പം. എ കെ അഭിലാഷ്, സർക്കാർ ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടേ എന്നല്ലേ സുപ്രഭാതം എഡിറ്റോറിയൽ പറയാതെ പറയുന്നത്? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ചർച്ചകളാവാമെന്നടക്കമുള്ള നിലപാട് സ്വീകരിച്ചത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമയമാറ്റം വരുത്തണമെന്നൊരു നിർദ്ദേശമാണ് ഈ സുപ്രഭാതം എഡിറ്റോറിയൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ മദ്രസ വിദ്യാർത്ഥികളുടെ ആശങ്ക അറിയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥ ലോബി, അതായത് മതപഠനത്തിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥ ലോബിയുടെ താല്പര്യങ്ങളിൽ മന്ത്രിമാർ വീഴരുത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കാര്യവും വന്നില്ല. അവർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാത്തത്. മറ്റൊന്ന് പറയുന്നത്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പോരാളിയായി മാറണം ഭരണാധികാരി എന്നുള്ള ഒരു ഉപദേശം കൂടി നൽകിക്കൊണ്ടാണ് ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ 2007-ലും 2022-ലും സ്കൂൾ സമയം മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് പിന്നോക്കം പോകേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടി അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. ശരി, സ്കൂൾ സമയമാറ്റത്തിൽ എന്താണ് പുതിയ പ്രതികരണങ്ങൾ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.